ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി തേങ്ങ അരച്ച് വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് ചാള അല്ലെങ്കിൽ മത്തിയെന്നും പറയും ചില സ്ഥലങ്ങളിൽ. ഇത് ഫ്രോസൺ ചാളയാണ്. ഇവിടെ ഫ്രഷ് ചാള കിട്ടാനില്ലായിരുന്നു, അപ്പോൾ ഞാൻ ഫ്രോസൺ ചാള വാങ്ങിച്ചു കൊണ്ടുവന്ന് നന്നായി ക്ലീൻ ചെയ്ത് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വച്ചിരിക്കുന്നതാണ് നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാനായിട്ട്. ഇത് മീൻ കറി വയ്ക്കാനായിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 1/2 സവാള ഉള്ളി, 6 വെളുത്തുള്ളിയുടെ അല്ലി, 1 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്. ഇത് അരച്ചെടുക്കാനുള്ള അരമുറി തേങ്ങ. ഇത് 6 കഷ്ണം കുടപ്പുളിയാണ്. ഈ കുടപ്പുളി ഞാൻ നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അന്നേരം ഈ കുടപ്പുളി നമ്മുടെ കറിയിലേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് പുളി ഇളകും. ഞാൻ മീൻ കറി വയ്ക്കുന്നത് ഈ മൺചട്ടിയിലാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് വഴറ്റാം. ഇത് വഴണ്ടു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒരു 30 to 40 സെക്കൻഡ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനിയും കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് റെഡിയായി. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടപ്പുളിയും ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി മീൻ വേകാൻ ആവശ്യത്തിനുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീനിടാം. നമ്മുടെ മസാല തിളച്ചു. ഇതിലേക്ക് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഉടയാതെ ഈ മസാലയും മീനും കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാള വേകും. ചാള വേകുമ്പോഴത്തേക്കും നമുക്ക് അരമുറി തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മീൻ നന്നായി വെന്തു. ഇതിനെ വട്ടത്തിൽ കറക്കി ഇളക്കി കൊടുക്കുക. സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ നമ്മുടെ ചാള ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇത് അരമുറി തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചു വച്ചിരുന്നതാണ്. സ്പൂണ് കൊണ്ട് മീൻ ഉടയാതെ പയ്യെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്കിടാം. ഈ ചീഞ്ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ ഇട്ടു. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഉള്ളി റെഡിയായി. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കറി റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കരിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും കരിവേപ്പിലയും വറുത്തതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു, ഒരു കളറിന് വേണ്ടി. അപ്പോൾ ഇതോണം നല്ല ചുമന്ന് കിടക്കും നമ്മുടെ മീൻ കറി. ഈ മീൻ കറി ചോറിൻ്റെ കൂടെ കഴിക്കാനും കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.